പുതുകവിത എന്ന് പറയുന്നത്. ഞാൻ ഈ പുതുകവിത എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 90കൾക്ക് ശേഷം അങ്ങ് രൂപപ്പെട്ട ഒരു കാവ്യ പാരമ്പര്യം എന്ന നിലയ്ക്കല്ല. പുതിയ കാര്യങ്ങൾ ഏത് കാലത്ത് പറഞ്ഞാലും അതൊരു പുതുകവിതയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കവിത എഴുതിയ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ്റെ കവിത പുതുകവിതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരു നൂറ്റാണ്ട് കഴിയേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കവിതയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കേരള സമൂഹത്തിന് അല്ലെങ്കിൽ മലയാള കാവ്യ പാരമ്പര്യത്തിന്. കാണുന്നതിലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ, എൻ്റെ വംശത്തിന് ചരിത്രം എഴുതി വെച്ചിടാൻ ഉർവിയിൽ ഒരുവരും ഇല്ലാതെ പോയല്ലോ. ഞാൻ ഈ ചൊല്ലിയതിനകത്ത് എവിടെയെങ്കിലും ചെറിയ പിഴവുണ്ടാവാം, എന്നാലും അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കവിത യഥാർത്ഥത്തിൽ ഇന്ന് എഴുതപ്പെടുന്ന പുതുകവിതകളുടെ ഒരു ഭാഷയും രീതികളും ക്രാഫ്റ്റും ഒക്കെ തന്നെയാണ് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട പൊയ്കയിൽ അപ്പച്ചൻ്റെ ഈ കവിത അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ്റെ ഈ പാട്ട്. അപ്പോൾ ഇത് പുതുകവിതയായിരുന്നു. പക്ഷേ പുതുകവിതയാണെന്ന് തിരിച്ചറിയാനായിട്ടും നമ്മുടെ കലാശാലകൾ അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ടും ഒരു നൂറ്റാണ്ട് കഴിയേണ്ടി വന്നു. അപ്പം യഥാർത്ഥത്തിൽ പുതുകവിത ഒരു നൂറ്റാണ്ട് മുമ്പേ ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന പുതുകവിത എന്ന് പറയുന്നത് കൂടുതൽ ജനാധിപത്യം, കൂടുതൽ നീതിബോധം, കൂടുതൽ തുല്യത, കൂടുതൽ ലിംഗസമത്വം, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ മൗലികമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഏറെക്കുറെ സംരക്ഷിക്കപ്പെടുന്ന ഒരു കവിത, സാഹിത്യം അല്ലെങ്കിൽ കല അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരെയും പലതരത്തിൽ തെറ്റില്ലാതെ പരിഗണിക്കുന്ന വിധത്തിലുള്ള ഒരു സ്പേസ് അനുവദിക്കുന്നതാണ് ഏറ്റവും മികച്ച കവിത അല്ലെങ്കിൽ ഏറ്റവും പുതിയ കവിത എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അതിനകത്തെ പോയറ്റിക്കായിട്ടുള്ള അതാത് കാലങ്ങളിൽ നിലനിൽക്കുന്ന ചില വ്യവസ്ഥ അനുസരിച്ച് ഒരു കലാവസ്തുവിലെ കാവ്യാംശത്തെ തിരഞ്ഞ് അതുണ്ടോ ഇതുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് വേർതിരിക്കുന്ന ഒരു രീതിക്കല്ല ഞാൻ പുതിയ കാവ്യഭാവുകത്വമെന്ന് ഞാൻ വിചാരിക്കുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ മൂല്യങ്ങൾ, തുല്യതയും സമത്വവും സാമൂഹ്യ നീതിയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, തിരിച്ചറിയാൻ പറ്റുന്ന, അത് കഴിയാവുന്നിടത്തോളം ജനായത്തപരമായി വിതരണം ചെയ്യപ്പെടണമെന്ന് ആഹ്വാനം പറയുന്ന ഒരു കലയാണ് യഥാർത്ഥത്തിൽ പുതിയ കല അല്ലെങ്കിൽ പുതിയ കവിത എന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത്